മസ്കുലർ ഹൈപ്പർട്രോഫിയും സ്പ്ലിറ്റ് റൂട്ടിനെയും കുറിച്ചുള്ള പലതരത്തിലുള്ള ആംഗിളുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബോഡി പാർട്ട് സ്പ്ലിറ്റാണ് നല്ലത്, അല്ലെങ്കിൽ അപ്പർ ബോഡി ലോവർ ബോഡി കമ്പൈൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പുഷ് പുള്ളാണ്, പല രീതിയിൽ ചെയ്യാം. ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു വോളിയം ആൻഡ് ഇൻറ്റൻസിറ്റി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ സൈക്കിളിൽ നിങ്ങളൊരു മസിൽ ഗ്രൂപ്പിനെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളൊരു സ്റ്റാൻഡേർഡ് എക്സസൈസ് ഒരു മസിൽ ഗ്രൂപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു 8 എക്സസൈസ് 10 റിപ്പീറ്റേഷൻ 3 സെറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3 ദിവസത്തേക്ക് റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് 8 to 9% വർദ്ധിച്ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഈ 8 to 9% റെസ്റ്റിംഗ് മെറ്റബോളിക് റേറ്റ് വർദ്ധിക്കുന്നത്? മസിൽ ടിഷ്യൂ റീമോഡലിങ്ങിനായിട്ടാണ്. അപ്പോൾ ആ മസിൽ ടിഷ്യൂ റീമോഡലിങ്ങിന് 3 days എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു മസിൽസിനെ ടാക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു 3 days റിക്കവറി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഓവർ ട്രെയിനിങ് ഇല്ലാതിരിക്കാനും നല്ലത്. അപ്പം ബേസിക്കലി ആലോചിക്കേണ്ടത്, നിങ്ങൾ നല്ലൊരു വർക്കൗട്ട് ഒരു മസിൽ ഗ്രൂപ്പിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനെ റിപ്പയർ ചെയ്യാനായിട്ട്, റീമോഡൽ ചെയ്യാനായിട്ട് ഒരു 3 days റിക്കവറി ടൈം കൊടുക്കുക. ആ സമയത്ത് നന്നായിട്ട് ഡയറ്റ് നോക്കുക, പ്രോട്ടീൻ സിന്തസൈസിനുള്ള ഇതുണ്ടാക്കി കൊടുക്കുക. പിന്നെ അട്രോഫി സംഭവിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ വീക്ക്ലി വൺസ് ഒരു മസിൽ ഗ്രൂപ്പിനെ നിങ്ങൾ കളിക്കുന്നുള്ളെങ്കിൽ, ഇപ്പോൾ ഈ മൺഡേ ഞാൻ ലെഗ് കളിച്ചിട്ട് അടുത്ത മൺഡേ ഞാൻ ഇനി ലെഗ് കളിക്കുന്നുണ്ടെങ്കിൽ അത്രയും ദിവസത്തിൻ്റെ ഇടയ്ക്ക് അട്രോഫിക്കുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നതും ശരിയല്ല. കാരണം ഡിസ്യൂസ് അട്രോഫി സംഭവിക്കുന്നത് ഇയർലി 0.5 pound ഓഫ് മസിൽ മാസാണ്, ഒരു ഡെക്കേഡിൽ 5 pound. അപ്പോൾ നിങ്ങൾ ഒരാഴ്ച കൊണ്ട് സംഭവിക്കുന്ന അട്രോഫിയൊന്നും പോസിബിൾ അല്ല ശരിക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്പ്ലിറ്റ് റൂട്ടീൻ ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പേഴ്സണൽ ട്രെയിനർ ആലോചിക്കേണ്ടത് ക്ലയൻറ്റിന് എത്ര ദിവസം വർക്കൗട്ട് ചെയ്യാൻ വരുമെന്നുള്ളതാണ്. 6 ദിവസം വർക്കൗട്ട് ചെയ്യാൻ വരുന്ന ഒരു ക്ലയൻ്റ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഹൈ വോളിയം എക്സസൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി 1 ഗ്രൂപ്പിനും മസിൽസിന് കളിപ്പിക്കാം. ഇനി ക്ലയൻറ്റിന് 2 to 3 days വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ മസിൽ ഗ്രൂപ്പ്സിനും കൂടി ഇൻവോൾവ് ചെയ്യേണ്ടി വരും. എങ്ങനെയൊക്കെ നിങ്ങൾ വർക്കൗട്ട് കൊടുക്കുകയാണെങ്കിലും അതിൽ ബേസിക്കലി ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മസിൽസിനെ നിങ്ങൾ ഒപ്റ്റിമലി ടാക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു 3 days എങ്കിലും റിക്കവറിക്ക് ടൈം കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്.